മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏശയ്യ 43:16 പറയുന്നത് പോലെ, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനുമായ കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും എല്ലാവരുടെയും ഹൃദയങ്ങളെ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ശാലോം പ്രേക്ഷകരെയും നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നഴ്സസ് ടൈമിൻ്റെ എല്ലാ മാസത്തെയും 4ാമത്തെ എപ്പിസോഡിലെ ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും ഇന്നോളം ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഏക മനസ്സോടെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ കാലഘട്ടത്തിൽ മലയാളി നഴ്സുമാരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കുമായി ഈശോ അയച്ചിരിക്കുന്നത് പണസമ്പാദനത്തിനായി മാത്രമല്ല, ഈശോയുടെ സ്നേഹവും സമാധാനവും മറ്റുള്ളവരിലേക്ക് നിറയ്ക്കുവാൻ കൂടിയാണ്. കാരണം എത്രയോ രോഗികളാണ് ഓരോ ദിവസവും നമ്മെപ്പോലുള്ള നഴ്സുമാരുടെ കരങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. ദൈവസ്നേഹത്തെപ്പറ്റി കേൾക്കുക പോലും ചെയ്യാത്ത ധാരാളം പേർ ആ കൂട്ടത്തിലുണ്ടാവാം. മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുന്ന ഒരു രോഗി നമ്മുടെ മുൻപിലെത്തുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധമായ ഈശോയുടെ ആ സ്നേഹം നിറയ്ക്കാനായാൽ അവിടെ ദൈവരാജ്യം കത്തിപ്പടരും. അതിനായി ഓരോ നഴ്സും പരിശുദ്ധാത്മാവിലായി നിറയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒത്തിരിയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന നഴ്സുമാരെ നമുക്കറിയാം. അവരോരോരുത്തരെയും ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ഈ നിമിഷം അവരിലേക്ക് ഈശോ നിറയട്ടെ. ഇന്ന് ഈ ആരാധനയിൽ നമ്മോടൊപ്പമുള്ള ഷാർജയിലെ ജോജി അച്ഛനോടും ഷാർജ അജ്മാൻ നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങളോടുമൊപ്പം നമുക്കും ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാം. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന യാഗത്തിൻ രൂപമിതാ. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. യുഗാന്ത്യം വരെ എന്നും നമ്മോടൊത്തായിരിക്കുവാൻ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ ഈശോനാഥ, കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ലോകം മുഴുവനുള്ള സകല നേഴ്സുമാരെയും
ഞങ്ങളിതാ സമർപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങയോടൊത്തായിരിക്കുവാനായിട്ട് അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന ഞങ്ങളുടെ എല്ലാ ബലഹീനതകൾ, കുറവുകൾ കർത്താവെ, ഈ നിമിഷം അങ്ങയുടെ വിലയേറിയ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നീതീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് അരുളി ചെയ്ത കർത്താവെ, ഈ നിമിഷം ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പാപബോധവും പശ്ചാത്താപവും ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 1 പത്രോസ് 2:24 ഇപ്രകാരം പറയുന്നു: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങളിതാ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈശോയെ, ഒത്തിരിയേറെ വേദനിപ്പിച്ച നമ്മുടെ ഓരോ പാപങ്ങൾ അവിടുത്തെ എത്രമാത്രം വേദനിപ്പിച്ചു, അതെല്ലാം നമുക്ക് മനസ്സിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അവിടുത്തോട്ട് യേശുവിനോട് ക്ഷമ ചോദിക്കാം. ഇന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം നമ്മൾ ഈശോയെ വേദനിപ്പിച്ച നിമിഷങ്ങളുണ്ടായിരിക്കാം. നാം ഇപ്രകാരം ചിന്തിക്കുന്നുണ്ടായിരിക്കാം: എൻ്റെ ജീവിതം കരയാൻ മാത്രമായിട്ടുള്ളതാണോ? ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ ക്രൂശിതനായ യേശുവിൻ്റെ തിരഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ സ്നേഹം മതിവരുവോളം നുകർന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും പാപബോധവും പശ്ചാത്താപവും ലോകമെമ്പാടും ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന സകല നേഴ്സുമാരിലേക്കും പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുന്നതിനായിട്ട് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി നാഥ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവേയുടെ പരിശുദ്ധാത്മാവിനാൽ സകല മക്കളെയും നിറച്ച് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുന്നതിനായിട്ട് ായിരിക്കുന്ന യേശുവിൽ നിന്നും ഈ നിമിഷം ശക്തി പുറപ്പെട്ട് ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരിലേക്കും പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിഴിനലയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞെ, പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം എന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. മിഴിനലയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞെ, പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം എന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും? കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും? പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18-ാം തിരുവചനം: ഞങ്ങളുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ വേറൊരു ദൈവം ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വച്ചു പുലർത്തുന്നില്ല, എന്തെന്നാൽ അവിടുന്ന് തൻ്റെ കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു.
കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുരക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞങ്ങൾ ഇതാ പ്രഖ്യാപിക്കുന്നു. 1 യോഹന്നാൻ 1-ാം-അധ്യായം 7-ാം അവിടുന്ന് പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിന്റെ തിരുരക്തത്താല് എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്. സ്നേഹപിതാവായ ദൈവമേ, ലോകമെമ്പാടുമുള്ള നേഴ്സുമാരുടെ വിശുദ്ധീകരണത്തിനായി അങ്ങ് കനിഞ്ഞു നൽകിയ നേഴ്സസ് മിനിസ്ട്രിയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ കർത്താവെ, ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരുടെ വിശുദ്ധീകരണമാണ് കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുഹിതത്തിനായിട്ട് 2 കോടി നേഴ്സുമാരെ ഞങ്ങൾ നൽകുന്നു. സ്നേഹനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും ആഴമായ അനുതാപത്തിലേക്ക് അവിടുന്ന് നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളിലുള്ള വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും സ്നേഹരാഹിത്യത്തിന്റെയും മറ്റെല്ലാ പാപാവസ്ഥകളുടെയും മേഖലകളിലേക്ക് അങ്ങയുടെ തിരുമുൻപിൽ നിന്നൊഴുകിയ തിരുരക്തം ഒഴുക്കി ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വെണ്മയുള്ളവരാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രക്ഷയുടെ അടയാളമായ തിരുരക്തത്താല് 2 കോടി നേഴ്സുമാരെയും അവരുടെ ഭവനങ്ങളെയും ഈശോയെ അങ്ങ് മുദ്രണം ചെയ്യണമേ. കർത്താവെ, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാരിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ എല്ലാ അവസ്ഥകളിലേക്കും എൻ്റെ ഈശോയെ നിന്റെ തിരുരക്തം ഒഴുക്കണമേ. കർത്താവെ, അങ്ങയുടെ തിരുരക്തത്തിന്റെ കോട്ടയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ, സാത്താന്റെ ഒരു ശക്തിക്കും ഞങ്ങളെ തൊടുവാൻ നീ അനുവദിക്കരുത്. കർത്താവെ, രോഗാവസ്ഥയിലുള്ള നേഴ്സുമാരിലേക്ക് തിരുരക്തം ഒഴുക്കണമേ. പാപാന്ധകാരത്തിൽ കഴിയുന്ന നേഴ്സുമാരിലേക്ക് കർത്താവെ അങ്ങ് തിരുരക്തം ഒഴുക്കണമേ. ആത്മാവിന്റെ ഒരു പുതിയ ഉണർവ് ഇപ്പോൾ അങ്ങ് അയക്കണമേ. ഈശോയെ, ഞങ്ങളിലൂടെ മാനസാന്തരത്തിന്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാന്, പുതിയ സൃഷ്ടിയായി തീരുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അങ്ങയുടെ വലിയ സ്നേഹം ഇപ്പോൾ കർത്താവെ ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുക്കണമേ. ഈശോയെ, കർത്താവെ, ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണ് കർത്താവെ അങ്ങ് മുറിവേറ്റപ്പെട്ടവെന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ കർത്താവെ അവിടുത്തെ തിരുമുറിവിലേക്ക് ചേർത്ത് ഞങ്ങൾ കർത്താവെ അങ്ങയിലേക്ക് ഞങ്ങൾ ശരണപ്പെടുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ എപ്പോഴും അങ്ങയുടെ സ്നേഹത്തില് അങ്ങയുടെ തിരുമുറിവില് ഒട്ടിച്ചു നിർത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ഈ മക്കളോടൊന്ന് ചേർന്ന് 2 കോടി നേഴ്സുമാരോടൊന്ന് ചേർന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, കർത്താവെ, സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. വെളിപാട് 3:20 ദൈവം നമ്മോട് പറയുന്നു, ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും എന്നല്ലി ചെയ്യുന്ന യേശുനാഥ, ഈ നിമിഷം നമ്മുടെ ഹൃദയവാതിൽ മുട്ടുന്ന യേശുനാഥൻ്റെ സന്നിധിയിലേക്ക് ആത്മീയ മന്ദത ബാധിച്ചതും യേശുവിനെ അറിയാത്തവരുമായ അനേകം നേഴ്സുമാരുണ്ട്. ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം തന്നുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുമ്പോഴും ഞങ്ങളുടെ കൊച്ചു കൊച്ചു പാപങ്ങളാൽ ഞങ്ങൾ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതൊക്കെയും ഞങ്ങളുടെ പാപാവസ്ഥകളെല്ലാം ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിലെ വെറുപ്പ്, വിദ്വേഷം, കോപം, ധനത്തോടുള്ള ഞങ്ങളുടെ അമിതാസക്തി, കണ്ണുകളുടെ ദുരാശ, ഹൃദയം തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനാവാത്ത ഞങ്ങളുടെ അവസ്ഥ എല്ലാം ഈശോയെ അങ്ങയുടെ പാദാന്തികത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അനുതാപമുള്ള ഹൃദയം നൽകി അങ്ങയോട് കൂടുതൽ അടുത്ത് നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആ കൃപയ്ക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26 കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? മകനെ, മകളെ, ആത്മാവിന് പകരമായി നീ എനിക്ക് എന്ത് നൽകും എന്ന് ഈശോ ചോദിക്കുന്നു. ഈ സമയം ഈ ലോകത്തിലെ സുഖമോഹങ്ങളിൽ മാത്രം ഒഴുകി ഈശോയെ മറന്ന് ജീവിക്കുന്ന എല്ലാ നേഴ്സുമാരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവർ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരുണ്യവാനായ ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. വിവാഹം ഒരു ദൈവത്തിൻ്റെ ഒരു വിളിയാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ആഴമായി സ്നേഹിക്കുന്നതിനും അവർ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവരെ വിശ്വസ്തതാപൂർവ്വം നിലനിൽക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ജീവൻ്റെ സ്രോതസ്സായ ദൈവമേ, ഞങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ആ മക്കളെ സ്നേഹിക്കുന്നതിനും അവരെ നല്ല മാർഗത്തിലൂടെ നയിക്കുന്നതിനും വേണ്ട ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പാപത്തിൽ വീണുപോയ സാഹചര്യങ്ങളെ ഓർത്ത് മനസ്തപിക്കുന്നു. പാപം ചെയ്ത മനുഷ്യനെ വീണ്ടും സ്നേഹിക്കുന്ന അങ്ങയുടെ രക്ഷാകര കർമ്മത്താൽ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കുകയും എല്ലാ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും നൽകുന്നതിനെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. തിരുവചനം വീണ്ടും പറയുന്നു, നിങ്ങളുടെ വിശുദ്ധിയാണ് ദൈവം അഭിലഷിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും വിശുദ്ധി നഷ്ടമാക്കിയ എല്ലാ മേഖലകളിലേക്കും ഈ നിമിഷം അവിടുത്തെ കാരുണ്യം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധനായിരിക്കുന്നതിനു വേണ്ടി അവിടുത്തെ കാരുണ്യം ഇപ്പോൾ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. 2 കോടി നേഴ്സസിനെയും അവിടുത്തെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ വാക്കുകളെ, ഞങ്ങളുടെ പ്രവൃത്തികളെ എല്ലാം അവിടുത്തെ തിരുരക്തത്താൽ
വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളിലുള്ള അശുദ്ധിയെ എടുത്തു മാറ്റി ഞങ്ങളെ വിശുദ്ധരാക്കി തീർക്കണമേ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. സ്നേഹനാഥ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ നഴ്സിംഗ് മേഖലയിൽ അനുദിനം അങ്ങയെ ശുശ്രൂഷിക്കുവാനായി അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്ന 2 കോടി നഴ്സുമാരെ ഈശോയെ അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഇത്രയധികം സ്നേഹിച്ചിട്ടും അങ്ങയുടെ സ്നേഹവും ഞങ്ങളുടെ ഈ വിളിയും പലപ്പോഴും ഞങ്ങൾ മനസ്സിലാകാതെ പോകുന്നു. ഒരു വെറോനിക്കായെ പോലെ അങ്ങയുടെ തിരുമുഖം തുടയ്ക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നു. ആ നിമിഷങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കാതെയും എളിമയില്ലാതെയും ജോലി ചെയ്ത അവസരങ്ങൾ, മേലധികാരികൾക്ക് വിധേയപ്പെടാൻ സാധിക്കാത്ത സമയങ്ങൾ, ജോലിഭാരം കൂടുമ്പോൾ പിറുപിറുപ്പോടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സ്വഭാവം എല്ലാം ഈശോയെ നിന്റെ തൃപ്പാദത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപികളായ ഞങ്ങളോട് കരുണയായിരിക്കണമേ. കരുണാമയനായ ഈശോയെ, അങ്ങ് തിരുവചനത്തിലൂടെ പറയുന്നു, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസ്ത്രവും ഹൃദ്യവുമായിരിക്കട്ടെ. എൻ്റെ ഈശോയെ, അനുദിനം ഞങ്ങൾ കണ്ടുമുട്ടുന്ന രോഗികളിൽ ഞങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഒരു നല്ല സമരിയാക്കാരനെ പോലെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തൈലം പൂശുവാൻ ഞങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ എല്ലാ പ്രതാപങ്ങളും വെടിഞ്ഞ് തന്നെ സ്വയം എളിമപ്പെടുത്തി ശൂന്യവൽക്കരിച്ചുകൊണ്ട് എപ്പോഴും ആയിരിക്കുവാൻ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ മനുഷ്യൻ്റെ രൂപം ധരിക്കുകയും ഇപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നവരുമായ ഈശോയെ, ഇവിടെ നിന്റെ സാന്നിധ്യത്തിൽ വരുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും അവസരം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ നിന്റെ തിരുസാന്നിധ്യത്തിലായിരിക്കുന്ന, നിന്റെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് എല്ലാ നേഴ്സുമാരെയും, അങ്ങയുടെ സൗഖ്യ ശുശ്രൂഷയിൽ പങ്കുകാരായിരിക്കുന്ന ഈ ലോകത്തിലുള്ള എല്ലാ നേഴ്സസിനെയും അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. സേവിക്കപ്പെടുവാനല്ല, സേവിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നരുൾ ചെയ്ത കർത്താവേ, അങ്ങയെപ്പോലെ എവിടെയായിരുന്നാലും എന്തായിരുന്നാലും അങ്ങയുടെ സൗഖ്യ ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുന്ന അങ്ങയുടെ എല്ലാ നേഴ്സുമാരെയും അങ്ങയെപ്പോലെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ
എളിമപ്പെടുവാനും സ്വയം ശൂന്യവൽക്കരിക്കുവാനും അങ്ങ് ഏൽപ്പിച്ച ദൗത്യം നിസ്വാർത്ഥമായിട്ട് അവർ ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് അവരുടെ ഇടയിൽ പങ്കുവയ്ക്കുവാനുമുള്ള കൃപ നൽകി ഏവരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെയും നാഥ അങ്ങേക്ക് തരുന്നു. ഇവരുടെ കുടുംബങ്ങളും ഇവരിടപഴകുന്ന ഓരോ വ്യക്തികൾ അങ്ങയുടെ സൗഖ്യം ഇവരിലൂടെ അനുഭവിച്ചറിയുവാൻ ഇവരെ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അമ്മ, എല്ലാവർക്കും വേണ്ടി അങ്ങ് തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിലായിരിക്കുന്ന ഓരോ നേഴ്സുമാരെയും ഇവർ ശുശ്രൂഷ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഓരോ സ്ഥാപനങ്ങളെയും ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ രോഗികളെയും ബന്ധപ്പെടുവാൻ പോകുന്ന ശുശ്രൂഷിക്കുവാൻ പോകുന്ന ഓരോ രോഗികളെയും ഇതാ അങ്ങയുടെ ദിവ്യകാരണത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാവരുമായിട്ട് അങ്ങയുടെ സ്നേഹം ഹൃദയത്തിൽ നിറച്ച് ആ സ്നേഹം അതർഹിക്കുന്ന എല്ലാ രോഗികളുമായി പങ്കുവയ്ക്കുവാനും അതിലൂടെ അങ്ങ് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് അവരോട് സ്വന്തം മാതൃകാപരമായ ജീവിതത്തിലൂടെ ശുശ്രൂഷയിലൂടെ പ്രഘോഷിക്കുവാനുള്ള ആത്മധൈര്യം നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ, ഇവർക്കായി അങ്ങേ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്ന എന്നരുൾ ചെയ്ത കർത്താവേ, ഈ വചനം എപ്പോഴും ഇവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങയെപ്പോലെ വ്യവസ്ഥകളില്ലാതെ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ നൽകി എല്ലാ നേഴ്സുമാരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തനമേ ദിവ്യവരങ്ങൾ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ഈശോ തൊട്ടനുഗ്രഹിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയ കൂട്ടുകാരെ, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനുമായ കർത്താവല്ലേ നമ്മോടൊപ്പമുള്ളത്. ഇനിയും സ്വന്തം വേദനകളുടെ ഭാരം തനിയെ ചുമക്കാതെ നമുക്കത് ഈശോയിലേക്ക് സമർപ്പിക്കാം. നാം ശുശ്രൂഷിക്കുന്ന രോഗികളുടെ വേദനകളിലേക്കും ഈശോയുടെ സ്നേഹവും പ്രത്യാശയും നമുക്ക് പകർന്നു നൽകാം. നിരാശ നിറഞ്ഞ മുഖവുമായി ഒരു വ്യക്തി പോലും നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നു പോകാതിരിക്കട്ടെ. കരുണയുടെ മാലാഖമാരായി നമുക്ക് മാറാം. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ജോജി അച്ഛനെയും ഷാർജ അജ്മാൻ നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.